നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊരുങ്ങുകയാണ് BJP കേന്ദ്ര നേതൃത്വം. നാളെ തൃശ്ശൂരിന്റെ മണ്ണിൽ നടക്കുന്ന പൊതുസമ്മേളനം കേരളത്തിലെ BJPയുടെ തലവര മാറ്റി വരയ്ക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. നരേന്ദ്രമോദി നാളെ കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിനു പിന്നിൽ വലിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. നാളെ കേരളത്തിന്റെ മണ്ണിൽ ഒരു വലിയ സ്ത്രീ സംഗമമാണ് BJP നടത്തുന്നത്. സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന ആപ്തവാക്യത്തിലൂന്നി തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ BJP ഒരു വലിയ പൊതുസമ്മേളനം നടത്തുമ്പോൾ മുൻനിരയിലേക്ക് എത്തുന്ന വനിതാ രത്നങ്ങൾ ആരെന്നോർക്കണം. നടിയും നർത്തകിയുമായ ശോഭന, ബിസിനസ് രംഗത്ത് തിളക്കമാർന്ന വിജയം നേടിയ ബീന കണ്ണൻ, സ്പോർട്സ് രംഗത്ത് കായിക രംഗത്ത് രാജ്യത്തിന്റെ യശസ്സുയർത്തിയ അഞ്ജു ബോബി ജോർജ് അടക്കമുള്ളവരാണ് നാളെ നരേന്ദ്രമോദിക്കൊപ്പം തേക്കിൻകാട് മൈതാനിയുടെ വേദി പങ്കിടുന്നത്. ഇതിലൂടെ BJP ലക്ഷ്യമിടുന്നത് എന്താണ്? നമുക്കറിയാം, PT ഉഷയുടെ കാര്യം നമുക്കറിയാം. BJP അപ്രതീക്ഷിതമായി അവരെ ദേശീയത നിരയിലേക്ക് കൊണ്ടുവന്നതാണ്. അവരെ രാജ്യസഭ MP ആക്കിയതാണ്. അപ്പോൾ ഇനിയും ഒരു രാജ്യസഭ MP കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്നത് വനിതയായിരിക്കുമോ? കേരളത്തിൽ നിന്ന് 2024 നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഒരു വനിതാ മന്ത്രി ഉണ്ടാകുമോ? നടി ശോഭന തെന്നിന്ത്യയിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ആരാധകരുള്ള ഒരു നടിയാണ്. അത് മാത്രവുമല്ല മലയാളികളുടെ അഭിമാനമാണ്. മറുഭാഗത്ത് ബീന കണ്ണനാകട്ടെ വ്യവസായ രംഗത്ത് മലയാളിയുടെ വനിതാ മുഖമാണ്. എവിടെ മലയാളിയുണ്ടോ അവിടെ ബീന കണ്ണൻ എന്ന പേര് സുപരിചിതമാണ്. അതുപോലെ അഞ്ജു ബോബി ജോർജ് ഇന്ത്യയുടെ യശസ് അത്ലറ്റിക് രംഗത്ത് വാനോളം ഉയർത്തിയ ഒരു അത്ലറ്റാണ്. വ്യക്തിഗത ഇനത്തിൽ ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ വനിത എന്ന ഖ്യാതി കൂടി അഞ്ജു ബോബി ജോർജ്. അങ്ങനെ 3 വനിതാ രത്നങ്ങൾ, അവരെ പോലെ പ്രശസ്തരായ നിരവധി പേരും. അപ്പോൾ ഈ BJP എന്തൊക്കെയോ ലക്ഷ്യമിടുന്നു കേരളത്തിൽ നിന്ന് എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ BJP അവരുടെ നേതൃനിരയിലേക്ക് BJP ചില കാര്യങ്ങൾ നടപ്പാക്കുന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. നടൻ സുരേഷ് ഗോപി BJPയിലേക്ക് എത്തിയത് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമല്ല, അപ്രതീക്ഷിതമായിരുന്നു സുരേഷ് ഗോപിയുടെ BJPയിലേക്കുള്ള വരവും സുരേഷ് ഗോപിയുടെ രാജ്യസഭയിലേക്കുള്ള കടന്നുവരവും. അതുപോലെ എന്തൊക്കെയോ കരുതിക്കൂട്ടിയുള്ള വലിയ പദ്ധതികളാണ് BJP ഒരുക്കുന്നത്. തേക്കിൻകാട് മൈതാനിയിൽ നരേന്ദ്രമോദി എത്തുമ്പോൾ അത് വെറും യാത്രയായിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കേരളത്തിൽ നിന്ന് ഒരു വനിതയെ രാജ്യസഭയിലേക്ക് വീണ്ടും കൊണ്ടുപോകുമോ? 2024 തെരഞ്ഞെടുപ്പിൽ BJP തങ്ങളുടെ വജ്രായുധമായി കരുതി വച്ചിരിക്കുന്നത് മറ്റെന്തൊക്കെയാണ്? കേരളത്തിൽ നിന്നും ഒരു വനിതാ കേന്ദ്രമന്ത്രി ഉണ്ടാകുമോ? ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്നും ഒരു വനിതാ കേന്ദ്രമന്ത്രിയെ BJP കേരളത്തിന് സംഭാവന ചെയ്യുമോ? കേരളത്തിന്റെ മണ്ണിൽ നിന്ന് BJPക്ക് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും BJP കേരളത്തിന് നിരവധി കാര്യങ്ങൾ സംഭാവന ചെയ്ത ചരിത്രം നമുക്കറിയാം. കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിന് അർഹമായതും അതിലധികവും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയെ രാജ്യസഭയിലേക്ക് എത്തിച്ചു, V മുരളീധരനെ രാജ്യസഭയിലേക്ക് എത്തിച്ച് സഹമന്ത്രിയാക്കി, PT ഉഷയെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കേരളം അർഹിച്ചതും അതിനേക്കാളും അധികം കാര്യങ്ങൾ കേരളത്തിന് നൽകിയ ഒരു ഗവൺമെന്റാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഇനിയും അത്ഭുതങ്ങൾ കാട്ടാനിരിക്കുന്നേ ഉള്ളൂ. സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ പരിപാടി നടത്തുമ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ബഹുഭൂരിപക്ഷവും സ്ത്രീ ജനങ്ങളായിരിക്കും, അമ്മമാരായിരിക്കും, സഹോദരിമാരായിരിക്കും. എന്തിനാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ തേക്കിൻകാട് മൈതാനിയിൽ സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ ഒരു പരിപാടി നടത്തുന്നത്? വനിതാ ബില്ല് അവതരിപ്പിച്ച ശേഷം രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ത്രീ സംഗമം നടക്കുന്നത്. അതും കേരളത്തിന്റെ മണ്ണിലാകണമെന്ന് BJP ചിന്തിച്ചുറപ്പിച്ചതിന് പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ ജയാപരാജയങ്ങളിൽ നിർണായകമാകുന്നത് സ്ത്രീകളുടെ വോട്ടാണ്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലേക്ക്. അതുപോലെ തന്നെ BJPക്ക് ശക്തിയുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ സ്ത്രീ വോട്ടർമാരുടെ പ്രാതിനിധ്യവും അവരുടെ വോട്ടിംഗ് രീതികളുമാണ് ജയാപരാജയങ്ങളെ പ്രധാനമായി നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതിനേക്കാൾ സ്ത്രീ വോട്ടർമാരെ BJPയോട് അടുപ്പിക്കുക,
സ്ത്രീ വോട്ടർമാരോട് എന്താണ് ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്ത് സംഭാവന ചെയ്യുന്ന വികസനം, രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത് എന്തൊക്കെയാണ്, ഉജ്ജ്വൽ യോജന പദ്ധതിയടക്കം രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും നിർണായകമായ പദ്ധതികൾ കൂടുതലും സ്ത്രീകളുടെ മേഖലയിലായിരുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു. അങ്ങനെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക, അത് സ്ത്രീ ജനങ്ങളിലേക്ക്, സ്ത്രീ വോട്ടർമാരിലേക്ക് അത് എത്തിച്ചേരുക. അത് മാത്രമല്ല, രാജ്യത്തെ സ്ത്രീകളെ എത്രത്തോളം ബഹുമാനത്തോടെയും രാജ്യത്തെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി എത്രത്തോളം ആത്മാർത്ഥമായിട്ടുമാണ്, അത് മാത്രവുമല്ല രാജ്യത്തെ സ്ത്രീ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഈ സർക്കാർ എത്രത്തോളം പ്രതിജ്ഞാബദ്ധമായിരിക്കുന്നു, എത്രത്തോളം കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തുന്നു, അവരുടെ ക്ഷേമത്തിന് വേണ്ടി എത്രത്തോളം പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു, ആ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഇടപെടലുകൾ എന്തൊക്കെ നടത്തിയിരിക്കുന്നു. സ്ത്രീ ശാക്തീകരണം എന്നത് BJP സർക്കാരിന്റെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിന്റെ എല്ലാ കാലത്തുമുള്ള പ്രധാന മുദ്രാവാക്യവും മുഖമുദ്രയുമായിരുന്നു. അങ്ങനെ സ്ത്രീകളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും അവരുടെ വികസനത്തിനും വേണ്ടി നടപ്പാക്കുന്ന പദ്ധതിയെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക. ഇതിനു മുൻപുള്ള ഒരു സർക്കാരുകളുടെ കാലത്തിലും ഇത്രത്തോളം സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള, സ്ത്രീ ക്ഷേമത്തിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അവരുടെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പാക്കിയിട്ടില്ല. അതേക്കുറിച്ച് അവരുടെ അജ്ഞത മാറ്റി അവരെ കൂടുതൽ ബോധവാന്മാരാക്കുകയും അവരുടെ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കാര്യങ്ങളിലൂടെ BJP ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ അതിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി പ്രധാനപ്പെട്ട ഈ വനിതാ രത്നങ്ങളെ BJP രംഗത്തേക്ക് ഇറക്കുകയാണ്. BJPയുടെ വളരെ വലിയ പ്രധാനപ്പെട്ട തുറുപ്പുചീട്ടുകൾ ഇനി ഇവരിലൂടെ ആയിരിക്കും. BJP ലക്ഷ്യമിടുന്നത് കേരളത്തിൽ സ്ത്രീകളുടെ പിന്തുണയാണ്. സ്ത്രീകളുടെ പിന്തുണ കൂടി കേരളത്തിൽ BJPക്ക് ലഭിച്ചാൽ നിഷ്പ്രയാസം കേരളത്തിൽ പല സീറ്റുകളും വിജയിക്കാമെന്ന് BJP കണക്കുകൂട്ടുന്നു. നിർണായകമായ പല മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ, അവസാന ലാപ്പിൽ കാലിടറി വീഴുന്നത് സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ ഇല്ലാത്തത് കൊണ്ടാണ്. നിർണായകമായ പല മണ്ഡലങ്ങളിലും നിസ്സാരമായ വോട്ടിന് BJP പരാജയപ്പെടുന്നത് സ്ത്രീ വോട്ടർമാർ BJPയോട് അത്രത്തോളം താല്പര്യം കാണിക്കാത്ത സാഹചര്യത്തിലാണ്. സ്ത്രീ വോട്ടർമാരുടെ പ്രത്യേകത, അവർക്കൊരു വിഷയത്തിൽ അവർക്ക് ക്ഷേമം, അല്ലെങ്കിൽ അവരുടെ വിഷയം പരിഗണിക്കുന്ന, അവരുടെ ക്ഷേമം അന്വേഷിക്കുന്ന ഒരു സർക്കാരിനെ വോട്ട് ചെയ്യാൻ അവർക്ക് രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾ ഉണ്ടാകില്ല. അങ്ങനെ കേരളത്തിലെ സ്ത്രീ വോട്ടർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേരളത്തിലെ സ്ത്രീ വോട്ടർമാരുടെ വിശ്വാസം ആർജിക്കുക എന്നുള്ളതാണ് BJP ലക്ഷ്യമിടുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിലും കുടുംബശ്രീയുടെ പേരിലും സ്ത്രീകളുടെ വോട്ടുകൾ സ്വന്തം കുത്തകയാണെന്ന് കരുതിയിരിക്കുന്ന CPM-നും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും തിരിച്ചടി കൊടുക്കുക, കേരളത്തിലെ സ്ത്രീ വോട്ടർമാരുടെ വിശ്വാസം ആർജിക്കുക എന്നുള്ള വലിയ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് BJP ഇക്കുറി തേക്കിൻകാട് മൈതാനിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കൊണ്ടുവരുന്നത്. ആ ലക്ഷ്യം നിറവേറ്റണം, ആ ലക്ഷ്യം സാക്ഷാത്കരിക്കണം എന്നുള്ളത് തന്നെയാണ് BJP ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ ഒരുക്കുകയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം. അതിനുവേണ്ടിയാണ് കേരളത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വനിതാ രത്നങ്ങളെ തന്നെ ഈ പരിപാടിയുടെ മുൻനിരയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇത് വലിയ ലക്ഷ്യത്തോടു കൂടി നടത്തിയ ഒരു പരിപാടിയാണ്. ഇത് ഇനിയും തുടരും. ഓരോ ജില്ലകളിലും പ്രധാനപ്പെട്ട വനിതാ രത്നങ്ങൾ ഈ പരിപാടിയുടെ ഒക്കെ തന്നെ ചുക്കാൻ പിടിക്കും. കേരളത്തിൽ നിന്നും ഒരു വനിതാ MPയോ അടുത്ത 2024 നരേന്ദ്രമോദി സർക്കാരിൽ ഒരു വനിതാ മന്ത്രിയോ ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എപ്പോഴും അത്ഭുതങ്ങൾ നമുക്ക് നൽകുന്നത്, സർപ്രൈസുകൾ നൽകുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. എന്നും കേരളത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരത്തിലൊരു അത്ഭുതം തന്നാലും നമ്മൾ അത് അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ള കാര്യമാണ് യാഥാർത്ഥ്യം.